ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം നമുക്കിത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അത്യാവശ്യം മൂത്ത് കിട്ടി നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൗഡർ ആകണമെന്നൊന്നുമില്ല, ചെറുതായിട്ടുള്ളൊരു തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതാ വീണ്ടും കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്യാവശ്യം നന്നായിട്ട് മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ ഈ ഒരു ഡിഷിൽ. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ തീയൊക്കെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയതാണ്. ഇനി ഈ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഒരു 30 സെക്കൻഡ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പേസ്റ്റിന്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതിന്റെ ഒരു പകുതി ഭാഗം ഇപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ വെള്ളം ചേർത്ത് വഴറ്റുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ മസാലയൊന്നും ഒരുപാട് കരിഞ്ഞു പോവില്ല കേട്ടോ. ഇപ്പൊ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതാ സൈഡിലൊക്കെ കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന കൂണിന്റെ അളവ് എന്ന് പറയുന്നത് 300 ഗ്രാം ആണ് കേട്ടോ. ക്ലീനൊക്കെ ആക്കിയതിന് ശേഷമുള്ള അളവാണ് 300 ഗ്രാം പറഞ്ഞിട്ടുള്ളത്. കൂൺ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ പുറത്തുള്ള ആ ഒരു തൊലി ഉണ്ടല്ലോ, അതും ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം മുറിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ കൂണിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് ഈ കൂണിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാനുണ്ടല്ലോ, ആ വെള്ളം ഇറങ്ങി വരുന്നത് വരെ വേണം നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതാ കൂണിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം ഞാനിത് അവിടെ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പോഴും കുറച്ചൊക്കെ വെള്ളം അതിലുണ്ട്. കുറച്ചൊക്കെ നമ്മൾ വെന്ത സമയത്തൊന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചൊക്കെ വെള്ളത്തിന്റെ ഒരു അംശം അതിലുണ്ട് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളെ ബാക്കി മസാല ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ മീഡിയം എരിവുള്ള ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല, ആ വെള്ളമൊക്കെ ഒന്ന് ഈ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടിക്കോളും. പിന്നെ ആ മസാലയൊക്കെ നന്നായിട്ട് മഷ്റൂമിന്റെ മേലെ കോട്ടായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ മഷ്റൂം വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പൊ ഇതുപോലെ മസാലയൊക്കെ നന്നായിട്ട് അതിന്റെ മേലെ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു മുറി നാരങ്ങ ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.